ഹായ് നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മള് വീണ്ടും ഒരു വീഡിയോസിലൂടെ വന്നിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പൊ വന്നത് വേറെ ഒന്നുമല്ല അല്ലേ ഏട്ടാ, നമ്മളിപ്പം നമ്മളെ മോഹൻലാൽ ശോഭന താരജോഡിയുടെ നമ്മളൊരു പുതിയ സിനിമ കണ്ടു. സിനിമയിലും ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാര്. നമ്മള് തുടരും മൂവി തുടരും ആ ഒരു സിനിമ ഉണ്ട്. പക്ഷെ വളരെ നല്ല സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ശോഭന മോഹൻലാൽ ഒരു കോംബോ നമുക്ക് അതിൽ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. പിന്നെ സിനിമയുടെ കഥ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് ഈ കോംബോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അത് കറക്റ്റ് പറയുന്നത്. അതിന്റെ കോംബോ എന്ന് പറഞ്ഞാൽ നമ്മള് മൂന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈ 99, 3 ഇടിയപ്പം കണ്ടുമുട്ടിയ ശോഭന മോഹൻലാൽ ആ ഒരു കോമ്പിനേഷൻ അത് നമുക്ക് ഇതില് ഭയങ്കരമായിട്ട് കാണാൻ പറ്റി. ഞങ്ങള് വേറെ പറഞ്ഞല്ലേ, ഞങ്ങള് സിനിമ കണ്ടില്ല. ഞാൻ അവസാനമായിട്ട് കണ്ട തിയേറ്ററിൽ പോയി കണ്ട പടം രാമലീലയാണ്. ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വപ്നക്കൂട്. ഞാൻ ആ 2 സിനിമയും കണ്ടിട്ടുള്ളൂ. അത് എന്റെ പപ്പയുടെ കൂടെ ഞാൻ പോയി കണ്ടേനെ. എന്റെ പപ്പയും അമ്മയും മക്കളുമായിട്ട് നമ്മള് ഇതായിട്ട് പോയി കണ്ടേനെ. അച്ഛനും മക്കളും നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ എത്ര വർഷമായിട്ട് 15 വർഷം ആവാൻ പോണ്. നമ്മൾ ഇതുവരെയും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. ഇല്ല, നമ്മൾ കാണാനായിട്ട് പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് ജോർജും ദിലീപേട്ടനും സിദ്ദിഖൊക്കെ വോയിസ് ഓഫ് സത്യനാഥൻ ആദ്യമായിട്ട് കാണാന്നും പറഞ്ഞോണ്ട് പോയി. നമ്മള് എല്ലാരുമായിട്ട് തന്നെ ഫാമിലി ആയിട്ട് പോയി. ചേട്ടൻ, ഞാൻ, പിന്നെ നമ്മളെ 2 മക്കളുണ്ടായിരുന്നു, അമ്മ കിട്ടിയില്ല. അവിടെ ഹൗസ്ഫുൾ ആയിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ നേരെ ഇവിടെ പോയി. നമ്മളെവിടെ പോയി? ശംഖുമുഖത്ത് പോയി. നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലാവിഷായിട്ട് ഭക്ഷണം കഴിച്ചു. മണ്ണന്തല വഴി തിരുവനന്തപുരം വെഞ്ഞാറം മോഡ് പോകുന്നവരാണെങ്കിൽ കലവറ എന്ന് പറയുന്ന ഒരു മണ്ണന്തലയാണ്. ഒരു 100 മീറ്റർ മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ 100 മീറ്റർ എല്ലാം വെഞ്ഞാറോട് വെഞ്ഞാറോട് കിളിമാനത്ത് വരുന്നവർ അവിടെ ഇങ്ങോട്ട് വരുന്നവർ നേരെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറോട്ടിലോട്ട് മുമ്പായത്തോട്ട് പോകുന്നവരാണെങ്കിൽ ഇവിടുന്ന് മണ്ണന്തല എത്തുന്നതിന് മുമ്പായിരുന്നു 100 മീറ്റർ ഈ കലവറ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിക്കണം. അവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെറോട്ട ബീഫും അതാണ് ഒരു അല്ലേ. ഭക്ഷണമൊക്കെ ഓക്കെയാണ്. ഞാൻ സത്യം പറഞ്ഞ ബീഫല്ല കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും എന്തോ കഴിച്ചിട്ടുണ്ട്. ചിക്കൻ ഇതാണ് എന്തോന്ന് പെരട്ട് കറിയല്ല, ചിക്കൻ പെരട്ടും പിന്നെ ബെറോട്ടയും. അത് അടിപൊളിയാണ്, സൂപ്പർ കോമ്പിനേഷൻ ആണ്. പിന്നെ സൂപ്പറാണ്, കഴിക്കാൻ സൂപ്പറാണ്. അത്രയൊക്കെ പറയാൻ എനിക്ക് അറിയുള്ളൂ. പിന്നെ ഉള്ള കാര്യം എന്തിന് നമ്മൾ സിനിമ തുടങ്ങിയപ്പോ ആഹാരത്തിലേക്കാണ്. അത് നിങ്ങൾ കുറച്ചേരം സഹിക്കുക. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ചൊന്നും ലെന്ത് ആയിരിക്കും, കാണണം കേട്ടോ. നല്ല രസമാണ്. നമ്മളിതുപോലെ ഒന്നും ബോറടിപ്പിക്കാനോ ചില ചെറ്റ വർത്താനങ്ങൾ പറയാനോ ഒന്നും അല്ല. പിന്നെ ചിലന്മാരെ കണക്ക് ഞരമ്പ് രോഗ കണക്ക് ചില വീഡിയോകൾ കണ്ടിട്ട് കമന്റ് എഴുതിയിടും. ആ കമന്റ് ഓളികൾ ഇങ്ങോട്ട് വരണ്ട. കമന്റ് ഓളികളായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കയറി നെഗറ്റീവ് കമന്റ് ഇടാനായിട്ട് ദൂരെ ഇരുന്നും കൊണ്ട് ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിരുന്നും കൊണ്ട് ഫേക്ക് അക്കൗണ്ട് വഴി ഇരുന്നും കൊണ്ട് മീൻ വളർത്തുന്ന അവൻ ഒരു തന്തയ്ക്കുണ്ടായവനല്ല. എന്റെ ഭാഷ പറഞ്ഞ ഒരു തന്തയ്ക്കുണ്ടായവൻ. അവൻ ഒരു തന്തയ്ക്കുണ്ടായ നേർക്ക് എന്തെങ്കിലും പറയാനുള്ള നേർക്ക് പറയും. പിന്നെ ചിലവർക്ക് ഒരു സൂക്കെടുക്കും. ചിലവർ എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കാൻ പോണെങ്കിൽ ഒരു 3-4 പേരെ കൂടെ കൂട്ടിയെടുത്ത് കൊണ്ടുപോകും. എന്തിനാണെന്നറിയില്ല, അവര് ചെയ്ത സിനിമ പോലെയാണ്. വില്ലന്മാരുടെ സൈഡിൽ ഒത്തിരി ആൾക്കാർ കാണേ, നായകൻ ഒറ്റയ്ക്ക് സത്യമേ ജയിച്ചിട്ടില്ല. ചിലപ്പോൾ വൈകിയാലും സത്യമേ ജയിക്കും.
നല്ലവനെ വാഴുള്ളൂ, കെട്ടവനെ അധിക കാലം വാഴ്ത്തിയൊന്നുണ്ടാവില്ല. അവനെ ചിലപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ പഴയ പോലെയൊക്കെ അങ്ങ് വളർത്തും, പക്ഷെ അവനൊന്നും അധികാരമില്ല. അതുപോലെയാണ് അങ്ങനെ പരമമായിട്ട് എനിക്ക് പറയാനുള്ളത്. നീയൊക്കെ ഒരു തന്തയ്ക്കുണ്ടാകാൻ നട്ടലുറപ്പുള്ളതാണെങ്കിൽ അത് പറയാനുള്ളത് ഒറ്റയ്ക്ക് വിധനം പറയും. അടിക്കണമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ അടിച്ചത്. അല്ല 4-5 പേരെ കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ തീവ്രവാദികൾ വന്ന് കുറെ തീവ്രവാദികളും പറയണത് എന്നാ ഇവനൊക്കെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ യാവനെങ്കിലും ഒരുത്തവന്ന് വന്ന് നോക്കട്ടെ, എല്ലാം കൂടെ എടുത്ത് പിടിച്ച് ചവിട്ടി ഉരുട്ടി അവന്റെ ആഫീസ് കൂട്ടേ വിടുകയുള്ളൂ. ഇതാണ് അവരുടെ ഗതി. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഭീരുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള തീവ്രവാദികളായിരുന്നാലും ഇങ്ങനെയുള്ള ഈ ഓരോ കാര്യങ്ങൾ തെമ്മാടിത്തരം ചെയ്ത് ഒരു 16 പേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് യുവമാരാണ് ഏറ്റവും വലിയ ഭീരുക്കൾ. അല്ലെ, ധീരന് ഒരിക്കലും മരണമല്ല, ഭീരുക്കൾ 1000 തവണ മരിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള കമന്റ്സുകൾ ഇടാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വരരുത്, ദയവ് ചെയ്ത് വരരുത്. പിന്നെ ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ള, ഞാൻ ഇൻസ്റ്റയിൽ അത് വീഡിയോ ചെയ്തിട്ടു, പക്ഷെ എനിക്ക് വലിയ നമ്മുടെ അക്കൗണ്ടൊന്നും വലിയ റീച്ച് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എങ്കിലും നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് റീൽസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര പ്ലസ് ഇപ്പൊ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ പെമ്പിള്ളാരും ചെറുക്കന്മാരും വിവാഹം കഴിച്ച് പോകുന്നതാണ്. ബാലവേല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ അങ്ങ് എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്നില്ല ഒരു 15-16 വയസ്സില്. അതെന്തോന്നും പണ്ട്, ഇപ്പോഴൊന്നും അല്ല, ഇപ്പൊ നടക്കുന്നൊന്നുമില്ല. ഇപ്പൊ അത് സെയിം നടക്കുന്നുണ്ട്. എന്നാൽ പണ്ട് അതുണ്ടായിരുന്നു. വീട്ടുകാര് തന്നെ ഒരു 10-16 വയസ്സാകും മുമ്പ് തന്നെ വിവാഹം കഴിപ്പിച്ച് വിടുന്നുണ്ട്, പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നുണ്ട്. അത് ചെറുക്കന്മാർക്ക് ഒന്നുകിൽ നല്ല പ്രായം കാണും, അത് സെയിം ഏജ് ഒന്നും ആയിരിക്കത്തില്ല, അവര് വീട്ടുകാരെ എന്നെ അറേഞ്ച് ചെയ്ത്. നമ്മളിപ്പോ എല്ലാവരും പറയുന്നത് പഴമയെ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം, പഴമ വീണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പഴയ ഒരു കാലം. പക്ഷെ അങ്ങനെ വീട്ടുകാർ അറിഞ്ഞത് കൊണ്ടല്ല, അവര് രജിസ്റ്റർ മാരേജ് നടത്തുക, രജിസ്റ്റർ മാരേജ് നടത്തി കൊണ്ടുപോവുക, അങ്ങനെയാണ്. പക്ഷെ അതിന് 18 വയസ്സ് പ്രായം വേണ്ടേ? 18 വയസ്സ് പെൺപിള്ളേർക്ക് വേണം. പിന്നെ എങ്ങനെയാണ് എന്തോ വിവാഹം ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത്? പുരുഷനും വേണം, എങ്കിൽ മാത്രമേ അത് ലീഗലായിട്ടുള്ള ഒരു വിവാഹമായിട്ട് അംഗീകരിക്കൂ. ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് താലി കെട്ടുക, പിന്നെ ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക, അത്ര തന്നെ. ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് എല്ലാം ഓരോ കോപ്രായങ്ങളും കാണിച്ചിട്ട് അതാണ്, അതിലൂടെയാണ് ജീവിതം ഉണ്ടാകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ പെൺപിള്ളേർക്ക് പറഞ്ഞാൽ കുളിക്കരുത്, പയ്യന്മാർ പോയി അതൊക്കെ. ഇപ്പൊ കഞ്ചാവ് മറ്റേ സിന്തറ്റിക് ലഹരി എന്ന് വെച്ചാണ്ട് ഈ ലഹരികൾ എന്തൊക്കെയാണ് നടന്നത് തിരുവനന്തപുരം, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണ് അവരുടെ ആവശ്യം. പിന്നെ പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ എല്ലാവരും അടക്കി പറയണമല്ല. നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഇരിക്കുന്ന എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മകനും എല്ലാം ഒരു സ്ത്രീയാണ് പ്രസവിക്കുന്നത്, അല്ല പുരുഷൻ ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയിൽ നിന്നാണ് നമ്മളെല്ലാവരും ജന്മമുണ്ട്. അപ്പോൾ സ്ത്രീക്ക് അത്രയും ബഹുമാനത്തോടെ അത്രയും ആ ഒരു സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ സിഗരറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ടാണ്. അതൊന്നൊരു സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ രാത്രിയൊക്കെ ഒരു 12 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാനൊരു നൈറ്റ് ഡ്രൈവറാണ്, അത് കണ്ടു കഴിഞ്ഞാൽ ഈ ലൈവായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നേരെ മറിച്ച് നമ്മളാണ് അങ്ങനെ വാങ്ങിച്ച് വലിക്കുകയാണെങ്കിൽ പോലീസ് മുമ്പ് നിന്നാൽ പോലും അവർ വലിച്ചത് വളരെ കൂളായിട്ടാണ് പറയുന്നത്. ഇതൊന്നും നമ്മളെ ഒരു ചിലർ പറയും ഇനി അവരെ ഇഷ്ടങ്ങളും അവർക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി അവർ കഞ്ചാവ് വയ്ക്കുന്നു, അവർ മറ്റത് വയ്ക്കും. പക്ഷെ ഇതൊക്കെ നമ്മളെ ഒരു സംസ്കാരത്തിന് ചേർന്നാണെന്ന് എനിക്ക് അത്ര ഞാൻ യോജിക്കുന്നില്ല. അതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. എന്താ ചെയ്യുക, ചിലർ വന്ന് ചോദിക്കും ഇനിയിപ്പോൾ ആണിന് മാത്രമല്ല പെണ്ണിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, പറയേണ്ടത് പറയണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. പറയേണ്ട സമയത്ത് തന്നെ പറയേണ്ടത് പറയണം. അതിനാണ് ഞാൻ കുറച്ച് നേരത്തെ മുമ്പേ പറഞ്ഞത്, ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് മറ്റേ സിനിമ സ്റ്റൈലിലാണ്. മറ്റേ വില്ലന്മാർ ഒരു 14 പേര് വരുമ്പോഴാണ് പരന്തമാർ പറയുന്നത്. അത് അങ്ങനെയുള്ളതൊക്കെ നട്ടലുറപ്പില്ലാത്തവരാണെന്ന്, തൻ്റെ ഇടമില്ല. അതൊന്നും ഒരു തന്തയ്ക്കുണ്ടായവന്മാരെ, അത് ഞാൻ വീണ്ടും പറയണം. അങ്ങനെയുള്ളവരൊന്നും ഒരിക്കൽ പോലും നമ്മൾ അടുപ്പിക്കരുത്. ഒരിക്കൽ പോലും നമ്മൾ ലൈഫിൽ പോലും നമ്മൾ ഒരു കാര്യത്തിന് ഉൾപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ ഈ കൊണ്ടുള്ള നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ലഹരിയിലായിട്ട്. സിഗരറ്റ് ഇന്നലെ കൂടെ സംഭവിച്ചൊരു കാര്യമാണ്. രാത്രി ഞാനൊരു ഓട്ടം വന്ന്, ആ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, അവര് ഊബറിൽ വന്ന് അവരെ സ്ഥലത്തെത്തി. അവർ തിരിച്ചിറങ്ങി വിളിച്ച് ചേട്ടാ സിഗരറ്റ് വാങ്ങണം എവിടെയും പറയുന്നത്. ഞാൻ പറഞ്ഞ വഴിയിലുണ്ടായിരുന്നു. അല്ല കട ഒന്ന് പോകണം, അടുത്ത കടയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വാങ്ങേണ്ടത്? അല്ല സിഗരറ്റ് വാങ്ങാനാണ് എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റില്ല വലിക്കരുത്, എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ഓട്ടത്തിനുള്ള പൈസ. പക്ഷെ എങ്കിലും നമ്മൾ ഈ ലേഡീസിൻ്റെ ഇങ്ങനെയൊക്കെയുള്ളൊരു കാണും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട് പോയത്. കാര്യം ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ കഷ്ടപ്പെട്ടവരെ ഇവിടെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇവിടെയുള്ളൊക്കെ ഉള്ള പയ്യന്മാരുടെ കറങ്ങിയും വേണ്ടാതിനങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചും പിന്നെ സിഗരറ്റ് എന്താണെന്നറിയില്ല. ക്ലാസ് 17 അല്ല 20 രൂപ എന്തോ സിഗരറ്റാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാര്യം ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അവർ കൂടുതൽ ഇങ്ങനെയുള്ള ആ സിഗരറ്റുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തുള്ള പെൺപിള്ളേരുടെ കാര്യങ്ങളൊന്നും പറയണ്ട. അത് പറഞ്ഞാലൊന്നും ഇത് തീരത്തില്ല, ഇവിടെ തീരത്തില്ല. ആ ടോപ്പിക്ക് നമ്മൾ 5 മാറി
സിനിമ തുടങ്ങി ഇപ്പൊ എന്തെല്ലാം മേഖലയിൽ പോയാൽ പിന്നെ അടുത്തത് ഇനി പ്രേതം. പക്ഷെ ഇത് സബായിട്ട് വേറെ പറഞ്ഞാൽ ഓരോ സെക്ഷനിൽ ചെയ്യാനാണ്. പക്ഷെ നമ്മളെ വീഡിയോയിൽ ഇതെല്ലാം മാത്രമല്ല സാമ്പാറിൽ നമ്മൾ ഒരാളോട് ജോയിൻ ചെയ്യാണ്ടായിരുന്നു. പക്ഷെ ആള് വളരെ ബിസിയിലാണ്. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ തമിഴ് സിനിമ രജനീകാന്ത് വെച്ച് 2 സിനിമയാണ്. അത് കണ്ടവരുടെ വെളിയെ പോയി ഇവൻ ഫുള്ള് റോബോട്ടിലെ യുവത്തിലേക്ക് പോയി. പക്ഷെ ഒന്നിനും പെടാത്ത ഒരുത്തുണ്ട്. അതാണ് അവൻ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഒരു വീഡിയോ പഠിപ്പും പൊതിയൊന്നും ഇല്ലെങ്കിലും ആള് പക്ഷെ അങ്ങനെയൊന്നുമല്ല. ആള് സ്മാർട്ടാണ്. അവൻ നല്ലതുപോലെ എഴുതും. പിന്നെ കുറെ പുരാണങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനുള്ള നമ്മളെക്കാളും പിന്നെ പറയാൻ എഴുതാൻ പറയുന്നത്. പിന്നല്ല വൺ സെക്കൻഡ് ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യും. എന്റെ മൂത്ത മകൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പക്ഷെ പിന്നെ എന്താ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു കാര്യം കൂടെ പറഞ്ഞില്ല. എനിക്കത് വിഷമമുള്ള കാര്യം, എന്റെ മകനെ കൊണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതിച്ചിട്ട് അവൻ പഠിച്ച സ്കൂളിൽ സെൻറ്റ് പീറ്റേഴ്സ് ആയിപ്പോയി. ആ സ്കൂളിൽ ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോൻ ചോദിച്ചു അച്ഛൻ എന്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയൊരു ലഹരിയാണ് സ്കൂളുകൾ. നമ്മളെ നാടിൽ നിന്ന് എന്നേക്ക് വേണ്ടി നമുക്ക് തുടർച്ച നേരിടണം. നമ്മളെ യുവാക്കൾ ഇനി വരുന്ന തലമുറകളാണ്. ഇനി എൻ്റെ മകനടക്കം ഇനി വരാനുള്ള ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ലഹരി ഗ്ലോബായി അത് വിൽക്കുന്നവർ ആരെ കണ്ടാലും ശരിയാണ്. അവനെ ഇടിച്ച് അവൻ്റെ ആഫീസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം പിന്നെ ആ കൈയും കാര്യം കൊണ്ട് ഉപയോഗിക്കണം. ഇനി പിന്നെ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ല ആ ഒരു ചിന്ത അവൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അവൻ പേടിക്കണം. അത് പണ്ടത്തെ ഒരു പ്രയോഗമുണ്ടല്ലേ, മറ്റേ ഈ എന്തോന്ന് നിവിൻ പോളിയുടെ ഒരു സിനിമയിൽ ആക്ഷൻ ഹീറോ ബിജുവില് അതിലിങ്ങനെ ഉപ്പ് കൊണ്ട് പൊറുക്കി ഭയക്കണം. പിന്നീട് ആ ഒരു വിഷയം കാര്യം പറയുമോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം വേണ്ടി ചെയ്യാനുള്ള അവന് മനസ്സിനകത്ത് തലയിലേക്ക് എത്തുന്നതിനകത്ത് തന്നെ അവൻ ആ ഒരു ഭയം അവൻ്റെ മനസ്സിലാക്കും. അപ്പൊ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമുക്ക് പിന്തിരിക്കാൻ പറ്റും. അല്ലാതെ അവിടെ കൊണ്ട് ജയിലിൽ കൊണ്ടിട്ട് ഉള്ള ചിക്കനും മട്ടനും കൊടുത്ത് അവനെയൊക്കെ പുഷ്ടിച്ചെടുത്ത് മറ്റേ പൈസയും കൊടുത്തിട്ട് തിരിച്ചു പറഞ്ഞ് കാണാതിരിക്കുന്ന സമ്പ്രദായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അത് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യർ യോജിക്കില്ല. ആ വിഷയം പോട്ടെ. പക്ഷേ ഈ സ്ക്രിപ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ലഹരിയെക്കുറിച്ച് എഴുതി സ്കൂളിൽ കൊണ്ട് കൊടുത്തു. ടീച്ചറിനെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അത് അഭിനയിക്കാൻ അവര് സ്കൂളിൽ പറഞ്ഞപ്പോൾ ആനിവേഴ്സറി എന്നാണ്. പിന്നെ അഭിനയിക്കുന്നത് സ്കിറ്റായിട്ട് ഒരു ചെറിയൊരു സ്കിറ്റായിട്ട് അഭിനയിക്കാം. അപ്പം ഇത്തിരി ലെങ്തിലാണ് എഴുതിയത്. അത് ചുരുക്കി അഭിനയിക്കാം എന്നുള്ള രീതിയിൽ ടീച്ചർ എന്നെ വിളിച്ച് ആദ്യം പറയുന്നത് ചേട്ടൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അവൻ്റെ മലയാളം ടീച്ചർ വിളിച്ച് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു അവനെ കൊണ്ട് എഴുതിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ ടീച്ചർ എന്നെ കുറച്ച് പേപ്പറൊക്കെ ഞാൻ പറഞ്ഞു ടീച്ചർ പേപ്പർ ഇല്ല, അപ്പോൾ അപ്പുറം ഇപ്പുറമായിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് പേപ്പറേ ഉള്ളായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു സെറ്റ് വാങ്ങിച്ചത്. അപ്പം രണ്ടും അപ്പുറം ഇപ്പുറമായിട്ട് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെയൊക്കെ എഴുതി. അപ്പോൾ ടീച്ചർ കഥ വായിച്ചു കൊടുത്തു. അവസാനത്തെ ചെറിയൊരു തിരുത്ത് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ് മോനെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ അതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പോൾ റിഹേഴ്സലൊക്കെ ചെയ്യണം, കുറച്ച് പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനായിട്ട് പിള്ളേർത്തൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്നെ ആദ്യം ടീച്ചർ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും. ആദ്യം ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ചോദിച്ചെന്ന് ഇതുപോലെ വിനയചന്ദ്രൻ ഒരു സ്കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയണം, അവൻ മുഖാന്തരം അഭിനയിക്കണം. ഇതിൻ്റെ റിഹേഴ്സലൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങണം, നമുക്ക് ആനുവൽ ഡേയിൽ ഇനി അടുത്ത് വരണം എന്നെല്ലാം പറഞ്ഞു. ഓക്കെ അതൊക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവൻ പിള്ളേർത്തൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ആർക്കും വലിയ താല്പര്യമില്ല, അവർക്ക് അത് വലിയ ഇതില്ല. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് അവൻ വന്നു പറഞ്ഞു ടീച്ചർ അവർക്ക് ആർക്കും താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോഴേ ടീച്ചർ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യുമോനെ, നീ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഒന്ന് വന്ന് തിരക്കെന്ന് പറയും. ഈ നമ്മൾ ഈ പണ്ട് ഈ കുട്ടയിൽ മീൻ വെച്ചുകൊണ്ട് ഈ അമ്മമാർ പോകുമല്ലോ, മീൻ വേണോ ഇത്ര രൂപ എന്ന് പറയില്ലേ. പണ്ട് ഈയം പൂശാനായിട്ട് ആൾക്കാരുണ്ട് വെട്ടി വശമുണ്ട്. അപ്പൊ അതിങ്ങനെ ഞങ്ങളെ വിട്ട് അതുവഴിയൊക്കെ ഇങ്ങനെ നമ്മളെ ഇവിടെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും എല്ലാവരും കണ്ടിട്ടുള്ളതായിരുന്നു. വെട്ടി തലയിൽ ഈയം പൂശാനുണ്ടോ. അതുപോലെ എന്റെ മോൻ ഇവിടെ നിന്ന് സ്ക്രിപ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട്
സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്, അഭിനയിക്കാൻ ആളുണ്ടോ, സാധനം കയ്യിലുണ്ടോ, സാധനം എന്നൊക്കെ പറയുന്നത് പോലെ അവര് എഴുതിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും അവൻ ചോദിച്ചു അവനെ കൊണ്ട് എഴുതിയവരെ കൊണ്ട് തന്നെയാണ് അതിനെ അഭിനയിപ്പിക്കാനും ആളെ കണ്ടെത്തണം. അവന്റെ ക്ലാസ് ടീച്ചറുണ്ട്, അവൻ ഈ പറഞ്ഞ ടീച്ചറുണ്ട്. അവര് പറയുന്നത് അവന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ എടുക്കുന്നത്. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരെ പഠനം അവര് ആ ഒരു ഇതിന് യോജിച്ചവരാണോ എന്നൊന്നും എനിക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാക്കിൽ എനിക്ക് അതാണ് അവർ മനസ്സിലാക്കാറ്. ഞാൻ പറഞ്ഞ എൻ്റെ പിള്ളേരനുസരിച്ചില്ല അവർ ഞാൻ പറയുന്നത്. പിന്നെ എന്തിനാണ് അവർ പറയുന്നത് സ്കൂളിൽ? എന്തിനാ? ഇതാണ് വിദ്യാഭ്യാസം. ഒരാളൊരു കാര്യം നല്ലത് ചെയ്തുകൊണ്ട് നല്ലത് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്ത്. അത് ഒരു വേറൊരു ഒരു കൂത്താട്ടോ ഇന്ന് നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചൊന്നുമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബോധവാന്മാരാക്കേണ്ടതും അല്ലെങ്കിൽ അതിനോടനുസരിച്ച് ക്ലാസ്സിൽ കൊടുക്കേണ്ട ഒരു വിഷയമാണ് അവരെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം കൊണ്ട് ചിലപ്പോൾ ആ കുട്ടിയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് പോലും അവർക്കറിയില്ല. അത് ആ സ്കൂൾ കാണിച്ചത് ഏറ്റവും വലിയ നെറുകേട് തന്നെയാണ്. അത് അരിയോട് സെൻറ്റ് റീത്താസ്, തിരുവനന്തപുരം ജില്ലയിലെ അരിയോട് സെൻറ്റ് റീത്താസ് സ്കൂൾ. അതിന് പേരെടുത്ത് തന്നെ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സ് ഞാൻ പേര് പറയും, ടീച്ചേഴ്സിൻ്റെ പേര് പറയുന്നില്ല. അത് എൻ്റെ മാന്യത, ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷേ ആ സ്കൂളിൽ കാണിച്ചത് ഏറ്റവും വലിയ തെമ്മാടുകളും. ഞാൻ പറഞ്ഞ ടീച്ചറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞില്ല, ഇനി വരുന്ന കുട്ടികൾക്ക് പോലും ഇനി അടുത്ത് ഇങ്ങനെ ഒരു കഴിവുള്ള ഒരു കുട്ടിയോട് ആ കുട്ടികളെ പോലെ അപമാനിക്കേണ്ട വിധത്തിൽ നിങ്ങൾ അങ്ങനെ പെരുമാറും. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നുമല്ല. ഞാൻ കണ്ടെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുങ്ങി സാരിയിൽ വരിക, അവർ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, സെൽഫി എടുക്കുക, ഭയങ്കര സെൽഫി ഭ്രാന്താണ് അവർക്ക്. പഠനത്തെക്കാളും പഠിപ്പിക്കുന്നേക്കാളും കൂടുതൽ ഇഷ്ടം എന്താ പറയുക, സെൽഫി ഭ്രാന്താണ്. ഇപ്പൊ തന്നെ ചില പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ഹോംവർക്കുമായിട്ടാണ് പറഞ്ഞത്. സ്കൂളിൽ വെച്ച് ചെയ്യിപ്പിക്കില്ല, എല്ലാം വീട്ടിൽ കൊണ്ടുവരും. ഈ ടീച്ചർമാർക്കൊക്കെ സ്കൂളിൽ എന്തിനാണ് ജോലി നടക്കുന്നത്? നമ്മൾ പഠിച്ചിരുന്ന ആ സമയത്തൊന്നും പോലെയൊന്നും അല്ല. വിദ്യാഭ്യാസമൊക്കെ മാറി. ഇവർ കൂടുതൽ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് ഇനി വന്നു വായിന്ന് രണ്ടാമെന്ന വാക്കേ വരുള്ളൂ. ആളുണ്ടോ? ഇല്ല. എന്തിനു വന്നു? മറ്റേ അതെന്ന് എന്തിനു വന്നു? പാടി ഉറക്കാൻ. എങ്ങനെ പാട്? പാടി ഉറക്കാൻ ആരുമില്ല തനിച്ച ആരും കേട്ടു മനസ്സാലും ഇതുവഴി വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ അതിനോട് ഞാൻ നല്ലതുണ്ടെങ്കിൽ നല്ലതന്നെ പറയുള്ളൂ. നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. നല്ലതാണ് എങ്കിൽ ഓക്കെ, നല്ലതാണ്. നമുക്ക് ഇന്നൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി എങ്കിൽ ഓക്കെ, നല്ല അനുഭവം. മോശം അനുഭവം ഉണ്ടായി എങ്കിൽ അത് കറക്റ്റ് മോശം അനുഭവം എന്നേ പറയുള്ളൂ. അതിനൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ നല്ലതോ നമ്മൾ പറയാൻ നമ്മളെ സഹായിച്ചവരെ നമുക്ക് നല്ലത് പറഞ്ഞാൽ നമ്മൾ എന്ന് സ്മരിക്കുന്ന നമുക്ക് അതേ കഴിഞ്ഞുള്ള ഇത് പറഞ്ഞു. ആരായിരുന്നാലും എത്ര പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരുന്നാലും പിന്നെ നല്ലതാണ് ചെയ്തിട്ടുള്ളെങ്കിൽ നല്ലതെന്ന് പറയും. തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ശരിയല്ല, തെമ്മാടിത്തരമാണെങ്കിൽ അതിപ്പോ എത്ര ആളിന്റെ മുന്നിൽ വെച്ചായിരുന്നാലും എന്തെല്ലാം കൂടെ ആയിരുന്നാലും മോശമാണ്, തെറ്റാണെന്ന് പറയും യാതൊരു മടിയില്ല. അതിന് നിങ്ങൾ ഇനി എന്തൊരു പറഞ്ഞാലും യാതൊരു എന്റെ അച്ഛനെ ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ അച്ഛനെ ഞാൻ അങ്ങനെ വളർന്നൊരാളാണ്. എനിക്കതൊന്നും എനിക്കതൊന്നും നമ്മൾ പറയണ്ടേ, നമ്മൾ മാതാപിതാക്കളുടെ. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിലും നമ്മൾ പോയി പറയാനുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് പറഞ്ഞിട്ടുള്ള ശീലങ്ങളുണ്ട്. നമ്മൾ 5 പേര് 6 പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ കൈക്കൊരു സപ്പോർട്ട്, കാലിനൊരു സപ്പോർട്ട്, ചന്തിക്കൊരു സപ്പോർട്ട് പറയാൻ കുറെ മരവാഴകളെയും കൊണ്ട് നടക്കുന്ന സ്വഭാവമുണ്ട്. അത് അങ്ങനെ കൊണ്ട് നടക്കണമാരുണ്ട്. അത് അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി അവർ 1000 ചത്ത് കഴിഞ്ഞവന്മാരാണ്. ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ മനുഷ്യർ. അവർ ഓൾറെഡി അവനൊക്കെ മരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ വീഡിയോയിലെ ലെന്ത് ഇപ്പൊ തന്നെ ഒരു 19 മിനിറ്റോളം കഴിയുന്നു. ഇതിന് ഞങ്ങൾ കട്ട് ചെയ്ത് അതായത് ഒരു മെഗാ സീരിയൽ പോലെ ചിലപ്പം പോവാം. എങ്കിലും നിങ്ങൾ പ്രേക്ഷകർ നിങ്ങൾ സഹകരിക്കാം. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളൊരു ഉചിതമായിട്ടുള്ള നല്ല നല്ല കമന്റ്സുകൾ ആരും ദയവ് ചെയ്ത് പറയുമ്പോൾ തള്ളാക്കി മാത്രം വീഡിയോയില്. നേരത്തെ പറഞ്ഞ തുടരും എന്ന മൂവി കാണാൻ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്രാവശ്യം സാധിക്കും ചേട്ടാ? അടിപൊളിയായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ജോയിൻ ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് സാറ് രജനി സാറിന്റെ വലിയൊരു ഫാനാണ്. വിജയ് ഫാൻ ആയിരുന്നു. എന്തൊരു സിനിമ ഇവൻ കാണുന്നത് വരെ വിജയ് ദളപതി വിജയ് എന്തൊരു പറഞ്ഞാലും വിജയ് എന്ന് പറഞ്ഞ് വിജയ് കട്ട ഫാനായിരുന്നു. ലവനത്തിന് തല ഒന്ന് മാറ്റി വെച്ചെടുക്കാൻ അവനെയും കൂടെ കാണത്തു. വിജയുടെ കട്ട ഫാനായിരുന്നു. അത് മാറി ഇപ്പൊ എന്തിനാ ഫാൻ? അല്ല രജനി സാർ ഫാൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ അത്
മാറൂല എന്ന് പറയാൻ പറ്റൂല. അടുത്ത ആള് വരുമ്പോൾ അടുത്ത ആളുടെ ഫാനാണ്. പക്ഷെ റോബോട്ട് എന്ന സ്വപ്നം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കുറെ നാളായി എൻ്റെ അടുത്ത് മീഷോന്ന് അതിന്റെ സ്കിന്നും അതിന്റെ പിന്നെ എന്തോന്ന് അനുഭവ സാധനങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ മെറ്റീരിയൽ സാധനങ്ങൾ വാങ്ങിച്ചു ക്രമേണ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതെല്ലാം പൂർത്തിയാക്കിയിട്ട് നിങ്ങളിലേക്ക് കാണിക്കുന്നതായിരിക്കും. എന്റെ ചാനൽ വഴി ഞാൻ അതിന്റെ ആ റോബോട്ടിന്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അച്ചൂസ് ചാനൽ VNB അച്ചൂസ് ചാനൽ VNB എന്ന് അടിക്കുമ്പോൾ അതില് സ്പെല്ലിംഗ് ഒക്കെ ചിലർക്ക് മാറി പോകുന്നത് ACHOOS ആണ്. അച്ചൂസ് ചാനൽ VNB അത്രേ ഉള്ളൂ. എനിക്കൊരു ചാനലുണ്ട് അതിനകത്ത് ആട്ടോറിക്ഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ആ തൊഴിലോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നാറുണ്ട്. തൊഴിൽ നമുക്ക് അങ്ങനെയല്ല എല്ലാം അരിമണികളെല്ലാം എടുത്ത് ഉണ്ടല്ലോ എല്ലാം കുത്തിപ്പറക്കിയത് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ഒരു പറയുന്ന കോമ്പോ പോലെ സാമ്പാറും അവിയലും അതിയല്ല അതുപോലെ എല്ലാ സാധനങ്ങളും ഇതുപോലെ എല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം ചോദിക്കും ആട്ടോക്കാരെന്ന് പറയുമ്പോൾ ആട്ടോ സംബന്ധമായ വിഷയങ്ങളല്ല ആട്ടോ ഓടിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു തൊഴിലോട് വല്ലാത്തൊരു പ്രിയമാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ വിഷയങ്ങളൊന്നും ആള് തിരിച്ചറിയും കഴിഞ്ഞു. പിന്നെ അത് ഇങ്ങനെയാണ് അപ്പോഴെപ്പോഴും പോവാം അപ്പോഴെപ്പോഴും അത്ര പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ ഇനി അടുത്ത തുടരെ സിനിമ കണ്ടിട്ട് നമുക്ക് കാണാം. നമ്മൾ നേരിട്ട് കാണുന്നു. എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായം നല്ല സിനിമകൾ വരട്ടെ. നല്ല സിനിമയാണെങ്കിൽ കുറെ കുട്ടന്മാരെ കൂടെ അഭിനയിച്ച് മറ്റുള്ളവരെ നമ്മളെ എന്താ പറയാ നമ്മളെ നാട്ടുകാർക്ക് മൊത്തത്തിലുള്ള ഒരു വെറുപ്പും വിദ്വേഷവും ഒന്നും വാങ്ങി വയ്ക്കാതെ സിനിമ എന്ന് പറയുമ്പോൾ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതെനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലയാണ്. സമൂഹത്തിൽ നടക്കുന്ന അക്രമവും അരാജകത്വവും തുറന്നു കാട്ടുന്ന ഒരു കലാരൂപമാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച് സമൂഹത്തിനകത്ത് സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ഒരു ഐക്യത ഒരു എല്ലാവരും ഒത്തൊരുമ ഇതൊക്കെ നമ്മളൊരു കാലത്ത് സിനിമയിലൂടെ നമ്മൾ അനുഭവിച്ച് വന്ന ഒരു നാടാണ്. നമ്മളൊരു കൊച്ചു കേരളമാണ്. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മൾ കേരളം മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാരാണ്. നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. നമ്മൾ അതിൽ വളർന്നു വന്നവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ ചിന്തകളും കുറേ വിശ്വാസങ്ങളും പിന്നെ അതിനൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം മിക്സഡാണ്. പിന്നെ എല്ലാവരും ഒരു ആപത്ത് വരുമ്പോഴല്ലോ സത്യം പറഞ്ഞാൽ നിപ്പ വന്ന് കോവിഡ് വന്ന് വെള്ളപ്പൊക്കം വന്ന് എല്ലാവരും വന്ന് അപ്പോഴവിടെ ജാതിയില്ല മതമില്ല ഒരു തേങ്ങയില്ല എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പിന്നെ ഇതങ്ങോട്ട് വിട്ട് എല്ലാം മാറിയപ്പോഴത്തേക്ക് തിരിച്ച് ഞാൻ മറ്റവനാണ് പിന്നെ പറച്ചില് ശരീരത്തിന്റെ നിറം നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജാതി എഴുതി. അത് ചെറിയൊരു അനുഭവം നമുക്ക് അതിൽ താമസിക്കാൻ നമ്മൾ ബലപ്പെടും. ഒരു ചുമ്മാ ഒരു നേരം പോക്കിന് വേണ്ടി വന്നിട്ട് പറയണല്ലോ. ഇതെല്ലാം നമ്മൾ അനുഭവിച്ച ട്രൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമയെ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട്. അതിനൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കള്ളും കഞ്ചാവും അതിന് പ്രചോദനം കൊടുക്കുന്നതും അതിന് ഈ സമൂഹത്തിനകത്ത് വളർത്തി വയലൻസ് ഉണ്ടാക്കുക അതിന് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് യുവാക്കളിലേക്ക് ഒരു ഏറ്റവും വലിയ ലഹരി എന്ന് അതാണ്. ഏറ്റവും വലിയ ഇന്ന് ഇവർ പറയുന്ന സിന്തറ്റിക്കിനെ കാലം മറ്റേ കാലം മറിച്ചാൻ ഹൈബ്രിഡ് മറ്റേ കോപ്പ എന്തെന്നൊക്കെ കുറെ പേരുകൾ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് അതായത് ജനങ്ങളെ വയലൻസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ലഹരി. ഇന്ന് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ സിനിമ നല്ലൊരു മറ്റേ അയ്യോ ആ പയ്യൻ അറിയത്തില്ലേ പേര് മറന്നുപോയി. ആ പയ്യൻ ചെയ്ത ഒരു സിനിമയുണ്ട്. സൂപ്പർ സിനിമ എന്ന് വെച്ചാൽ സൂപ്പർ സിനിമ. ബേസിൽ ജോസഫ് അതാണ് അതിലെ നായകൻ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടവുമായി ഇണങ്ങി നമ്മളിപ്പോൾ എന്താണോ അനുഭവിക്കുന്നത് കുഞ്ഞൊരു കഥയാണ്. പക്ഷേ നല്ല ഫാമിലി ത്രില്ലർ ആയിട്ടുള്ള ഒരു സിനിമ. അതിന്റെ പാട്ടൊക്കെ എനിക്ക് സൂപ്പർ പാട്ടും സൂപ്പർ സിനിമ സൂപ്പർ കഥ. സിനിമ എന്ന് പറയുന്നത് സൂപ്പർ കഥ. അതിനുള്ളിലെ കഥ ചില ഈ യുവ സംവിധായകരുടെ ഇപ്പോഴുള്ള അഭിനയിക്കുന്നവരെയൊക്കെ ചില സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പടങ്ങളാണ്, സസ്പെൻസ് ആയിട്ടുള്ള നല്ല പടങ്ങൾ. പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിൽ ഈ കള്ളും കഞ്ചാവും പക്ഷേ അതിനോടുള്ള ഈ കൊള്ളും കൊലയില്ല ഇതിനോടൊന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ നിർത്തുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര വയലൻസിലേക്കാണ്. ഇന്നിപ്പം വലിയ നടന്മാരൊക്കെ ഇരുന്നുകൊണ്ട് പറയും മമ്മൂക്കാരൊക്കെ പറയുന്നത് സിനിമയായിട്ട് കണ്ടാൽ മതി അല്ല വേറെ തന്നെ കാണുന്നത്.
അങ്ങനെയല്ല ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞ കുറച്ച് നേരത്താണല്ലേ സിനിമ സ്റ്റൈലാണ്. ഒരുത്ത എന്തെങ്കിലും അവൻ ചെയ്ത് തെമ്മാടത്തിൽ ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് അവ ഒരു 10 എണ്ണത്തിന് പോകും കൊണ്ടുപോയിട്ട് അവിടെ ഒരു അക്രമം ഉണ്ടാക്കാനാണ് അവരുടെ ലക്ഷ്യം. അല്ല പിള്ളേര് കയറി ടീച്ചർമാരെയും സാറന്മാരെയും അടിക്കുന്ന കാലഘട്ടമാണ്. അതാണല്ലോ. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് എന്തിനെടാ നീ ഇത് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനെടി നീ ഇത് ചെയ്തത്, പെണ്ണാണോ ആണാണെന്നൊന്നുമില്ല. പെണ്ണാണെങ്കിൽ അതിനുള്ള കാമുകന്മാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്. നല്ല ഫ്രണ്ട്സും ഉണ്ട്, ചീത്ത ഫ്രണ്ട്സും ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പെണ്ണിന് ഒരു 4-5 ആണുങ്ങളാണ് കൂട്ടത്തിൽ. 4-5 ആണുങ്ങളും കാണും, ഒരു പെണ്ണും കാണും. ആ ഒരു കോമ്പയിലാണ് അതെല്ലാം കൂടെ നടന്നു പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും ഇവരൊക്കെ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നമാണ്, ഒരു പ്രശ്നമാണ്. അത് എവിടെന്നോ എനിക്ക് കിട്ടി മൈൻഡിൽ കയറിയതാണ്. അപ്പൊ ഇനി ഇത് കുറേ നാൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകും. ആഹപ്പാട് നുള്ളിപ്പറക്കി കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, എവിടെയെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, ഇടണ്ടേ. നമുക്കിപ്പോ സിനിമയിൽ പറയുമ്പോൾ ആശയം മൂത്തിരിക്കുമ്പോഴത്തേക്ക് അതിന് എങ്ങനെയൊന്ന് പുറപ്പെടുകയാണ്. അതിന് വേണ്ടിയാണ് അവൻ ട്യൂട്ടോറിയൽ പറയുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും ഈ കുറച്ച് മാഡുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ആയിട്ട് വിതരണം. നമ്മളൊരു റെസിപ്പി നമ്മൾ ആദ്യം പോലെ നമുക്കൊരു ഫുഡിന്റെ റെസിപ്പി നമ്മൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ അത് നമ്മൾ ഉണ്ടാക്കുന്നത് വരെ നമുക്കൊരു ഇതല്ലേ. നമ്മളിതിനകത്ത് പറഞ്ഞു പോയ പല കടകളിലെ കാര്യങ്ങളൊന്നും ഇതൊന്നും അവരാരും പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. നമുക്ക് അവിടെ നല്ല സർവീസും നല്ല ഫുഡും കിട്ടിയത് കൊണ്ട് നമ്മൾ നല്ലതെന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് നമ്മൾ നല്ലതല്ലേ പറയുള്ളൂ. മോശം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം പറഞ്ഞാൽ ഒരു തന്തയ്ക്കുണ്ടാകാൻ നല്ലതെന്ന് പറയും. അത് ഇപ്പോൾ ഈ ചില ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഇതിൽ കൂടെ പറയുമ്പോൾ എല്ലാവരും കേൾക്കില്ല. ഞാൻ എല്ലാവരും കേൾക്കാൻ അത് പറയേണ്ടത് മുഖത്തേക്ക് പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് ഒളിയും പറയുന്ന വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ അവിടെ കാണുന്ന മറ്റൊരു അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ശീലമൊന്നുമില്ല. പണ്ടുള്ളവർ പറയുമ്പോൾ അപ്പോൾ കാണുമ്പോൾ അപ്പം നമുക്കില്ല. ഇത്തരത്തിലുള്ള കാര്യമില്ല. അപ്പോൾ എന്തിനാണെങ്കിലും ഇത്രയും നേരം നമ്മളെ സഹിച്ചതിനും നമ്മുടെ വിഷയങ്ങളെല്ലാം കേട്ടതിനും ഒത്തിരി നന്ദി. ഇതൊരു മെഗാ സീരിയൽ വരെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. 20-25 മിനിറ്റ് അതാണ് കേട്ടോ. എന്റെ ഇളയമോൻ പറഞ്ഞാണ് റോബോട്ടിന്റെ തല എടുത്ത് വെച്ചിരുന്നത്. ഇത് കുഞ്ഞു റോബോട്ടിന്റെ തലയാണ്. കണ്ണുകൊണ്ട് മൂക്കുകൊണ്ട് എല്ലാം ഉണ്ട്. ചെറിയ റോബോട്ട്, വലിയ റോബോട്ട് അവിടെ ഇതെല്ലാവർക്കും ഫ്രീ ആയിട്ട് തരുന്നത്. ഇതിന്റെ ഓരോരോ പാർട്സുകളായി. അപ്പൊ ഇതിന്റെ സ്ഥാനം ഇവിടെ. അപ്പൊ എല്ലാവർക്കും വണക്കം. ഗുഡ് നൈറ്റ്. അപ്പം എന്താ പറയാ, ശുഭദിനം, ശുഭനിദ്ര. ശുഭദിനം അല്ല ശുഭനിദ്ര. ശുഭരാത്രി നേരുന്നു മാന്യമിത്രങ്ങളെ.